അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മുസ് സ്വാലിഹാത്ത് വബിഫദ്ലിഹി തസൂലുൽ മുലിമ്മാത്ത് വനഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനതൂബു ഇലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ അബ്ദിക വറസൂലിക മുഹമ്മദിൻ അൻ-നബിയ്യിൽ മുഖ്താർ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ അബ്റാർ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ മിനൽ മുഅ്മിനീനൽ അഖിയാർ. അമ്മാ ബഅദ്. കാപ്പാട് ജാമിയ ഐനുൽ ഹുദയിലെ വിദ്യാർത്ഥി സംഘടന അൽ ഇഹ്സാൻ സ്റ്റുഡൻസ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഉസ്വത്തുൻ ഹസന എന്ന ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സിലെ 8ാമത്തെ സുദിനത്തിലാണ് നമ്മൾ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ ജീവിതത്തിലെ മാതൃകകളെ നമ്മൾ ഓരോന്നായി പഠിക്കുകയാണ്. നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, ആമീൻ. പല കുടുംബങ്ങളിലും പ്രശ്നങ്ങളും വേർപിരിയലും സംഭവിക്കുന്നത് വലിയ വലിയ കാര്യങ്ങൾ കിട്ടാത്തത് കൊണ്ടല്ല, ചെറിയ ചെറിയ കാര്യങ്ങളുടെ അസാന്നിധ്യമാണ്. 20 വർഷം ഒന്നിച്ചു കഴിഞ്ഞ് 4 മക്കളുണ്ടായി, 2 പേരും നല്ലൊരു കാലം ഗൾഫിൽ ഒന്നിച്ച് ജീവിച്ച് അവസാനം മറ്റൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയ ഒരു കുടുംബിനിയുടെ കഥയുടെ പിന്നിലെ കാരണം അന്വേഷിച്ചപ്പോൾ ഇത്രയും കാലമായിട്ടും കിട്ടേണ്ടവരിൽ നിന്നും കിട്ടിയിരുന്നില്ല എന്നതായിരുന്നു. എല്ലാ ഒളിച്ചോട്ടത്തിൻ്റെയും പിന്നിലെ കാരണങ്ങൾ ഇത് മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണങ്ങൾ പലതുമുണ്ടാവാം. പക്ഷേ വൈവാഹിക ജീവിതത്തിലെ പല പ്രശ്നങ്ങളുടെയും തുടക്കം ഈ പറയുന്ന ചെറിയ കാര്യം കിട്ടേണ്ടവരിൽ നിന്നും കിട്ടാത്തത് കൊണ്ടാണ്. ഒരു പുരുഷൻ വൈവാഹിക ജീവിതത്തിൽ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത് ഫിസിക്കൽ നീഡ് സാറ്റിസ്ഫാക്ഷൻ അഥവാ ശാരീരിക സംതൃപ്തിയാണെങ്കിൽ, ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ തൻ്റെ പങ്കാളിയിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഇമോഷണൽ നീഡ് സാറ്റിസ്ഫാക്ഷൻ അഥവാ വൈകാരിക സംതൃപ്തിയാണ്. അതിൽ ഏറെ പ്രധാനപ്പെട്ടതും അവർ കൂടുതൽ ആഗ്രഹിക്കുന്നതുമായ ഒരു കാര്യം കെയറിംഗ്, പരിഗണനയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ശാരീരിക, മാനസിക, ആത്മീയ തലങ്ങളിലുള്ള സംയോജനമാണ് വിവാഹ ജീവിതം. അതിൽ ഉള്ളതും പങ്കുവച്ചും പരസ്പരം പരിഗണിച്ചും പിന്തുണച്ചുമാണ് മുന്നോട്ട് പോവേണ്ടത്. ചിലപ്പോൾ പങ്കാളിയുടെ താല്പര്യങ്ങൾക്കു വേണ്ടി നമ്മുടെ ചില ഇഷ്ടങ്ങൾ ഒഴിവാക്കേണ്ടി വന്നേക്കാം. ചില ചെടികൾ സ്വയമേവ വളർന്നു പൂവിടും. മറ്റു ചിലവ നമ്മൾ നട്ടുനനച്ച് വളമിട്ട് വളർത്തേണ്ടി വരും. ദാമ്പത്യത്തിലെ സ്നേഹപരിഗണനയുടെ കാര്യവും ഇതുപോലെ തന്നെയാണ്. വളർന്നു കിട്ടിയാൽ പിന്നെ രക്ഷപ്പെട്ടു. പിന്നെ സ്നേഹവും സൗഹാർദ്ദവും പ്രണയവുമെല്ലാം പരസ്പരം പൂരകമാകുന്ന മനോഹരമായ അവസ്ഥ സംജാതമാകും. പിന്നെ പങ്കാളിക്കൊപ്പം സമയം പങ്കിടുന്നത് ആനന്ദകരമാകും. കുടുംബത്തിലെ ഈ സൗഹൃദാന്തരീക്ഷം മക്കളുടെ വളർച്ചയിലും ഏറെ ഗുണം ചെയ്യും. പറഞ്ഞു വരുന്നത്, പരിഗണന ലഭിക്കുക എന്നത് നിസ്സാരമായ ഒരു കാര്യമായി തോന്നാമെങ്കിലും അതിൻ്റെ അനന്തരഫലം അവർണ്ണനീയമാണ് എന്ന് ചുരുക്കം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബജീവിതത്തിലെ ഒരു മാതൃക നമുക്കിവിടെ സ്മരിക്കാം. ഈ ചരിത്രം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തൻ്റെ സ്വഹീഹിൽ 334 ഹദീസായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ടുള്ള ഈ കഥ പറയുന്നത്. ഒരു കാര്യം കൂട്ടത്തിൽ ഇവിടെ ഓർമ്മപ്പെടുത്തട്ടെ. ഇവിടെ ഒരു സംശയം നിങ്ങൾക്ക് തോന്നിയേക്കാം. പല മാതൃകകളും നമ്മൾ പറഞ്ഞത് മഹദി ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ളതാണല്ലോ. വേറെയും ഭാര്യമാർ നബിക്കുണ്ടല്ലോ. ഇത് ആയിഷ റളിയല്ലാഹു അൻഹയുമായി മാത്രമുള്ള സമീപനമാണോ തിരുനബിയുടേത്? കാര്യം അങ്ങനെയല്ല. പിന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപനം എല്ലാ ഭാര്യമാരോടും സ്നേഹമസൃണമായിരുന്നു. പരിഗണന നൽകിയും പിന്തുണച്ചുമായിരുന്നു.
പിന്നെ തിരുനബിയുടെ കൂടെ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ആസ്വദിച്ച ജീവിത സൗന്ദര്യം ലോകത്തിൻ്റെ മുമ്പിൽ ഹദീസുകളായി പ്രകാശിപ്പിക്കുന്നതിൽ മഹദിയുടെ ബുദ്ധിസാമർഥ്യവും അഗാധ പാണ്ഡിത്യവും കാരണം മറ്റുള്ള മഹിളാരത്നങ്ങളെക്കാൾ മുൻപന്തിയിൽ ആയിരുന്നു മഹദി. പ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം അടക്കമുള്ള പ്രമുഖ ഹദീസ് ഗ്രന്ഥങ്ങളിൽ മാത്രമായി 2210 ഹദീസുകൾ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും നിവേദനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരുനബിയുടെ കുടുംബജീവിതത്തിലെ പല സംഭവങ്ങളും നമ്മൾക്ക് ഉദ്ധരിച്ചു തരുന്നത് മഹദിയിൽ നിന്നാണ്. നമുക്ക് ചരിത്രത്തിലേക്ക് തന്നെ പ്രവേശിക്കാം. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഖറജ്ന മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബഅദി അസ്ഫാരിഹി. തിരുനബിയോടൊത്ത് ഒരു യാത്രയിൽ ഞങ്ങൾ ഒരു സംഘമായി സുദീർഘ യാത്ര പോവുകയാണ്. അതിൽ മഹദിയുടെ പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവുമുണ്ട്. പ്രമുഖ സ്വഹാബിമാർ പലരുമുണ്ട്. മരുഭൂമിയിലൂടെയുള്ള ഈ യാത്രയിൽ വെള്ളം കിട്ടാതെ ഞങ്ങൾ വിഷമിച്ചു. വെള്ളം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലം ലക്ഷ്യം വെച്ച് വേഗം അങ്ങോട്ടു പോകാനായിരുന്നു സംഘത്തിൻ്റെ ഉദ്യമം. അതിനിടയിൽ ബൈദാ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ ആ സ്ഥലത്തിന് റാത്തുൽ ജയ്ഷ് എന്നും പേരുണ്ട്. ആ സ്ഥലത്ത് എത്തിയ സമയത്ത് മഹദി പറയുന്നു, തൻ്റെ ആഭരണമായി ധരിച്ചിരുന്ന മാല നഷ്ടപ്പെട്ടു. മഹദിക്ക് വല്ലാത്ത വിഷമമായി. ഉടനെ ഈ പരിഭവം തൻ്റെ പ്രിയതമൻ ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു. ശ്രദ്ധിക്കണം, വലൈസു അലാ മാഇൻ വലൈസ മഅഹും മാഉൻ. വെള്ളം ലഭ്യമാകാതെ സ്വഹാബാക്കളും യാത്രാസംഘവും വിഷമിച്ച് നിൽക്കുന്ന സന്ദർഭമാണിത്. ഈ സമയത്താണ് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ തിരുനബിയോട് പറയുന്നത്, മുത്തുനബിയെ, എൻ്റെ മാല നഷ്ടപ്പെട്ടു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപനം നമുക്ക് ഇവിടെ പരിശോധിക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് നിങ്ങളുടെ മാല കണ്ടെത്തിയിട്ട് മതി യാത്ര തുടരൽ. അങ്ങനെ യാത്രക്കാർ സ്വസ്ഥമായ ഒരിടത്ത് തമ്പടിച്ചു. ചില അനുചരന്മാരെ വിളിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാല തിരയാൻ വേണ്ടി പറഞ്ഞയച്ചു. ഇത് മഹദിക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ അംഗീകാരവും പരിഗണനയും നാം മനസ്സിലാക്കണം. ഇപ്പോൾ വെള്ളത്തിന് ക്ഷാമം അനുഭവിക്കുന്ന സമയമാണ്. ഇനി അത് നോക്കാൻ സമയമില്ല, നമുക്ക് യാത്ര തുടരാം എന്നല്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ പ്രതികരിച്ചത്. എന്തൊരു നല്ല മാതൃകാപരമായ ദാമ്പത്യ ജീവിതം! അങ്ങനെ സ്വഹാബാക്കളിൽ ചിലർ മാല തിരയാൻ വേണ്ടി യാത്ര പുറപ്പെട്ടു. അതിനിടയിലാണ് മറ്റുള്ള സ്വഹാബിമാരെല്ലാം അറിയുന്നത് യാത്ര ഇപ്പോൾ നിർത്തിയത് മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാല നഷ്ടപ്പെട്ടതിനാലാണ്. അവർക്ക് അതിൽ ചില അസ്വരാസ്യങ്ങൾ അനുഭവപ്പെടാൻ തുടങ്ങി. അവർ അവരുടെ പരാതി ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അടുത്ത് ചെന്ന് പരാതി പറഞ്ഞു. ഈ വെള്ളമില്ലാത്ത നേരത്ത് ആ മാല കണ്ടെത്തേണ്ട വല്ല ആവശ്യവുമുണ്ടോ എന്നതായിരുന്നു അവരുടെ പരിഭവം. സിദ്ദീഖ് റളിയല്ലാഹു ഇത് കേട്ടപാടെ മഹദി ആയിഷ റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് ചെന്നു, അഥവാ സ്വന്തം മോളുടെ അടുത്തേക്ക് ചെന്നു. അന്നേരം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തല ചായ്ച്ച് മയങ്ങിയിട്ടുണ്ട്, ഉറങ്ങിയിട്ടുണ്ട്. അല്പം ദേഷ്യത്തോടെ തന്നെ പിതാവ് മഹദി ആയിഷ റളിയല്ലാഹു അൻഹയെ ശകാരിക്കാൻ തുടങ്ങി. ഹബസ്തി റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നാസ വലൈസു അലാ മാഇൻ വലൈസ മഅഹും മാ. ആയിഷു, വെള്ളമില്ലാത്ത ഈ സ്ഥലത്ത് വെച്ച് ജനങ്ങളെയും തിരുനബിയും നിങ്ങൾ തടഞ്ഞു വച്ചില്ലേ? എന്താണ് നിങ്ങൾ ചെയ്തത്? അങ്ങനെ വല്ലാത്ത ശകാരമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ മോളെ മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ. ബീവി പറയുന്നു, അല്പം കഴിഞ്ഞപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കിൽ നിന്നും ഉണർന്നു. ഫഖാമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്താണ് ഇസ്ലാമിക ശരീഅത്തിൽ വെള്ളം ലഭ്യമാവാതെ വരികയോ വെള്ളം ഉപയോഗിക്കാൻ സാധ്യമാവാതെ വരികയോ ചെയ്താൽ നിങ്ങൾക്ക്
മണ്ണ് കൊണ്ട് തയമ്മം ചെയ്യാം എന്ന ആയത്ത് അള്ളാഹു അവതരിപ്പിക്കുന്നത്. സൂറത്തുൽ മായിദയിലെ 6-ാമത്തെ ആയത്ത് വഇൻ കുൻതും ജുനുബൻ ഫതഹറു എന്ന് പറയുന്ന ആയത്ത് അവതരിക്കുന്നത് ഈ സന്ദർഭത്തിലാണ്. നിങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കാൻ സാധ്യമാവാതെ വരികയോ വെള്ളം ലഭ്യമാവാതെ വരികയോ ചെയ്താൽ വുളൂഇനും വലിയ അശുദ്ധിക്ക് പകരം വലിയ അശുദ്ധി ഉയർത്തുന്നതിന് വേണ്ടി കുളിക്കുന്നതിന് പകരം മണ്ണ് കൊണ്ട് തയമ്മം ചെയ്യാം എന്ന ശരീഅത്തിലെ വിധി വരുന്നത്, ഈ ആനുകൂല്യ വിധി വരുന്നത് മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാല നഷ്ടപ്പെട്ട ഈ സംഭവത്തോട് കൂടിയാണ്. അങ്ങനെ സ്വഹാബത്തിന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുള്ള അനുചരന്മാർക്കും എല്ലാവർക്കും വലിയ ആശ്വാസമായി. കാരണം ഇപ്പോൾ മാത്രമല്ല, തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം മരുഭൂമിയിലൂടെയുള്ള അവരുടെ യാത്രയ്ക്ക് ഇത് ഏറെ ഗുണം ചെയ്യും. സ്വഹാബാക്കൾ ഒന്നടങ്കം സന്തോഷിച്ചു. അവർ മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് നന്ദി പ്രകാശിപ്പിച്ചു. കൂട്ടത്തിൽ പ്രമുഖനായ സ്വഹാബി ഉസൈദ് ബിൻ ഖുലൈർ റളിയല്ലാഹു അൻഹു മഹദി ആയിഷ ബീവി റളിയല്ലാഹുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്നുണ്ട്, മാ ഹിയ ബി അവ്വലി ബറക്കത്തിക്കും യാ ആല അബീ ബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കുടുംബം കാരണം നമുക്ക് ലഭിക്കുന്ന ആദ്യത്തെ സുഹൃതമൊന്നുമല്ല ഇത്. മഹദിയുടെ മുന്നിൽ വന്ന് പറയുകയാണ് ആര്? ഉസൈദ് ബിൻ ഖുലൈർ റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട്. അഥവാ ആലു അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കുടുംബം നിങ്ങൾ കാരണമായിട്ട് നിരവധി പുണ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആനുകൂല്യം മുസ്ലിം ഉമ്മത്ത് മുഴുവൻ അനുഭവിക്കുന്നവരാണ്. ആ ചരിത്രത്തിൽ പിന്നീട് ആ മാല കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനുള്ള റിഫ്ലക്ഷൻസ്, പാഠങ്ങൾ പലതാണ്. പ്രത്യേകിച്ച് ഇത്തരമൊരു സന്ദർഭത്തിൽ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഭാര്യയ്ക്ക് മഹദി ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് നൽകിയ പരിഗണന, അംഗീകാര പ്രകടനം തന്നെ ഇതിൽ നമുക്ക് വലിയ പാഠമാണ്. പ്രിയരെ, പരസ്പരം പരിഗണിക്കണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതല്ല. നമ്മൾ അവരെ കൂടെയുണ്ട്, അവരെ പരിഗണിക്കുന്നുണ്ട് എന്ന് തോന്നുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ ധാരാളം. എങ്ങനെയെല്ലാം പരസ്പരം പരിഗണന നൽകാം? നിങ്ങൾ എന്താണ് നിങ്ങളുടെ പങ്കാളിയിൽ നിന്നും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എന്നത് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താം. നമ്മുടെ എല്ലാവരുടെയും ബന്ധങ്ങൾ എന്നുമെന്നും ഊഷ്മളമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.